ടെസ്റ്റ് ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഇംഗ്ലണ്ടിനായി അർദ്ധ സെഞ്ചുറി പ്രകടനവുമായി യുവതാരം ജേക്കബ് ബദൽ. ന്യൂസിലാൻഡിനെതിരായ ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് 8 വിക്കറ്റ് വിജയം നേടിയപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ 37 പന്തുകൾ നേരിട്ട താരം 50 റൺസുമായി പുറത്താകാതെ നിന്നു. 2020 ശൈലിയിൽ ബാറ്റ് വീശിയ താരം ഒരു സിക്സും 8 ഫോറുകളുമാണ് ബൗണ്ടറി കടത്തിയത്. ഇതോടെ 104 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 12ാം ഓവറിലെ 4ാം ബോളിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഒരു റണ്ണെടുത്ത് നിൽക്കെ ഓപ്പണർ സാക് ക്രൗലിയെ നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് ബെൻ ഡക്കറ്റും ജേക്കബ് ബദലും കൈകോർത്തത്. 27 റൺസ് എടുത്ത് ഡക്കറ്റ് മടങ്ങിയപ്പോൾ അർദ്ധ സെഞ്ചുറിയുമായി ബദൽ ക്രീസിൽ ഉറച്ചു നിന്നു. IPL താരലേലത്തിൽ ബദലിനെ 2.60 കോടി രൂപയ്ക്കാണ് RCB വാങ്ങിയത്. ആദ്യ ഇന്നിംഗ്സിൽ 34 പന്തുകൾ നേരിട്ട താരം 10 റൺസ് മാത്രം എടുത്ത് പുറത്താവുകയും ചെയ്തു. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് ഒന്നാം ഇന്നിംഗ്സിൽ 348 റൺസ് എടുത്തപ്പോൾ മറുപടിയിൽ ഇംഗ്ലണ്ട് 499 സ്കോർ ചെയ്യുകയും ചെയ്തു. രണ്ടാം ഇന്നിംഗ്സിൽ ആതിഥേയർ 254 റൺസ് എടുത്ത് പുറത്തായി. 2 ഇന്നിംഗ്സുകളിലായി 10 വിക്കറ്റുകൾ വീഴ്ത്തിയ ഇംഗ്ലീഷ് പേസർ ബ്രൈഡൻ കാർസിന്റെ പ്രകടനവും മത്സരത്തിൽ നിർണായകമായിരുന്നു. 21 വയസ്സുകാരനായ ജേക്കബ് ബദൽ ബാറ്ററായും സ്പിൻ ബോളറായും തിളങ്ങാൻ കഴിവുള്ള താരമാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ വാർവിക്ക്ഷയർ, ബെർമിംഗ്ഹാം ഫീനിക്സ്, വെൽഷ് ഫയർ ടീമുകൾക്ക് വേണ്ടി താരം കളിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിനായി 8 ഏകദിനങ്ങളും 7 2020 മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്.